ഉഡുപ്പി ടൗണിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാറിയാണ് മാൽപേ ബീച്ച്. ഉദ്യാവാര നദിയും അറബിക്കടലും ചേരുന്ന ഈ സ്ഥലം പ്രകൃതിദത്തമായ ഒരു തുറമുഖമാണ്. വളരെ പണ്ട് കാലം മുതൽക്കേ ഇതൊരു ട്രേഡ് സെന്റർ ആയിരുന്നു. പലതരം ആക്ടിവിറ്റീസ് ഈ ബീച്ചിലുണ്ട്. ജെറ്റ് സ്കീയിങ്, പാരാസെയിലിംഗ്, ബനാന ബോട്ട് തുടങ്ങി വാട്ടർ സ്പോർട്സ് അനവധി. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായുള്ള സീ ഫുഡ്സും ഇവിടെ ലഭ്യമാണ്. മാൽപേ ബീച്ചിന് ഒരു ആത്മീയ പ്രാധാന്യം കൂടിയുണ്ട്. പ്രശസ്തമായ ഉഡുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം ഇവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നു. പോർച്ചുഗീസ് നാവികരുടെ വരവോടെ ഈ തീരം കൂടുതൽ പ്രാധാന്യം നേടി. ഇന്ന് എല്ലാത്തരം ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന ഒരു ഹോട്ട്സ്പോട്ടാണ് മാൽപേ. കടൽ തീരങ്ങളിലെ സന്ധ്യകൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഓരോ കടൽ തീരവും വിഭിന്നമായ അനുഭവങ്ങളാണ് യാത്രക്കാർക്ക് നൽകുന്നത്. മാൽപേ ബീച്ചും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടുത്തെ സന്ധ്യ ആസ്വദിക്കാനായാണ്. ശാന്തമായ കടൽ തീരം, അധികം തിക്കും തിരക്കുമില്ലാത്ത പ്രദേശങ്ങൾ, ഓളം തെല്ലുന്ന കടൽ തിരമാലകൾ, കാറ്റിൻ്റെ ഒലി, ചെങ്കതിർ തൂകി നിൽക്കുന്ന സൂര്യൻ ചക്രവാളത്തെ മനോഹരമാക്കുന്നു. ഈ അനർഘമായ നിമിഷങ്ങൾ എത്ര ആസ്വദിച്ചാലും മതിവരില്ല. സൂര്യാസ്തമയം കാണുക എന്ന ഉദ്ദേശത്തോടെ ഏകദേശം 4-4:30 ഞങ്ങൾ ബീച്ചിലെത്തിയത്. ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം നടന്ന് ചിലവഴിച്ചതിന് ശേഷം പതിയെ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി. തിരമാലകളോടൊത്ത് ഒത്തിരി നേരം കളിച്ചു. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന കടലും കാറ്റിൻ്റെ ഒലിയും എല്ലാം കൂടെ ചേർന്ന് അവിസ്മരണീയമായ കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ ചെങ്കതിർ അണിഞ്ഞു നിൽക്കുന്ന സൂര്യനെയും കണ്ട് അസ്തമയ സൂര്യൻ്റെ മുഴുവൻ ഭംഗിയും ആസ്വദിച്ച് ഞങ്ങൾ മാൽപേ ബീച്ചിൽ നിന്ന് മടങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് സെൻറ് മേരീസ് ഐലൻഡിലേക്കാണ്. സെൻറ് മേരീസ് ഐലൻഡിലോട്ട് എത്തിച്ചേരാനായി 20 മുതൽ 40 മിനിറ്റ് വരെ കടലിൽ കൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഗവൺമെൻറ് അംഗീകൃത ബോട്ടിംഗ് സർവീസുകളും അതുപോലെ പ്രൈവറ്റ് ബോട്ടിംഗ് സർവീസുകളും ലഭ്യമാണ്. ഏകദേശം 350 മുതൽ 500 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾ ഗവൺമെൻറ് അംഗീകൃത ബോട്ടിംഗ് സർവീസാണ് തിരഞ്ഞെടുത്തത്. രാവിലെ 9:30 മുതലാണ് സർവീസുകൾ ആരംഭിക്കുക. നമ്മൾ ആദ്യം കയറുന്ന വലിയ ബോട്ടിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് നമ്മളെ ചെറിയ ബോട്ടിലേക്ക് മാറ്റും. ആ ചെറിയ ബോട്ടാണ് ദ്വീപിൻ്റെ അടുത്തേക്ക് പോവുക. എന്നാൽ പോലും കടലിൽ കൂടെ ഒരു 4-5 ചുവട് നടന്നു വേണം ദ്വീപിലേക്ക് കയറാൻ.
ദ്വീപിൽ റിഫ്രഷ്മെൻറ്റിനായി ധാരാളം ലഘുഭക്ഷണശാലകളുണ്ട്. നാരങ്ങാ വെള്ളം, കരിക്കും വെള്ളം, ഐസ്ക്രീം തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്ന് കിട്ടും. (1498) പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ചരിത്രപ്രസിദ്ധമായ ആ യാത്രയ്ക്കിടെ വാസ്കോഡ ഗാമ ഈ ദ്വീപിൽ കാലുകുത്തിയതായി പറയപ്പെടുന്നുണ്ട്. ദീർഘമായ ആ കടൽ യാത്രയ്ക്കിടെ വാസ്കോഡ ഗാമയ്ക്കും കൂട്ടർക്കും ഒരു ആശ്വാസമായിരുന്നു ഈ ദ്വീപിലെ വിശ്രമം. അന്ന് അദ്ദേഹം ഇവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയുണ്ടായി. ക്രിസ്തുമാതാവിൻ്റെ ബഹുമാനാർത്ഥം ദ്വീപിന് എൽ പാഡ്രോൺ ഡി സാന്താ മരിയ എന്ന് നാമകരണം ചെയ്തു. പോർച്ചുഗൽ സാമ്രാജ്യ വിസ്താരത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പായിരുന്നു ഇത്. ഇവിടെ ധാരാളമായി തെങ്ങുകൾ ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഈ ദ്വീപ് കോക്കനട്ട് ഐലൻഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രാദേശിക ജനങ്ങൾക്കിടയിൽ മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട്. ഈ ദ്വീപുകൾ വലിയൊരു ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും കടൽ ഉയർന്നപ്പോൾ ദ്വീപുകളായി മാറിയതാണെന്നുമാണ് അത്. ചിലർ പറയുന്നു ഈ ദ്വീപിലെ പാറകൾക്ക് പ്രത്യേക ഊർജമുണ്ടത്രേ, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സ് ശാന്തമാകും എന്ന്. സാധാരണ കടൽ തീരത്തെ മണലിൽ നിന്ന് വിഭിന്നമായി വെള്ളമണലിനൊപ്പം ധാരാളം കക്കകളും നമുക്കിവിടെ കാണാനാകും. ഈ കക്കകൾ പൊടിഞ്ഞാണ് ദ്വീപിൻ്റെ ഒരു ഭാഗത്ത് തീരം രൂപപ്പെട്ടിരിക്കുന്നത്. ജിയോളജിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഇവിടെ കാണുന്ന പാറക്കെട്ടുകൾക്ക് മഡഗാസ്കറിലെ പാറക്കെട്ടുകളുമായി സവിശേഷ സാമ്യമുണ്ട്. ഇത് ഭൂഖണ്ഡങ്ങളുടെ ഡ്രിഫ്റ്റ് തിയറിയെ ശക്തിപ്പെടുത്തുന്നു. ദ്വീപ് മുഴുവൻ ചുറ്റിക്കണ്ട് ഗോലി സോഡയുമൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി.